ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. റോഡുകൾ നെടുകെ പിളരുന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിളികൾ കൊണ്ട് ആകാശം വിറകൊള്ളുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലോകത്തെ നടുക്കിക്കൊണ്ട് ഇന്തോനേഷ്യ, കൊളംബിയ, മെക്സിക്കോ എന്നീ നഗരങ്ങളിൽ റിക്ടർ സ്കെയിലിൽ 7 മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയ 3 വൻ ഭൂകമ്പങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിച്ചത്. വെറും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ വെനസ്വേലയുടെ ഒരു വലിയ പ്രദേശം തന്നെ തകർന്നു തരിപ്പണമായി. 6300-ലധികം മനുഷ്യ ജീവനുകളാണ് അവിടെ മണ്ണടിഞ്ഞത്. ഇതൊരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണോ, അതോ ഭൂമി മനുഷ്യരാശിക്ക് നൽകുന്ന വലിയൊരു ആപൽ സൂചനയാണോ? നമ്മുടെ ഭൂമി പഴയതിനേക്കാൾ കൂടുതൽ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. ആരും പറയാത്ത ആ ശാസ്ത്രീയ സത്യങ്ങളും ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളും അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി വരുന്ന വാർത്തകൾ അത് മനുഷ്യനെ കടുത്ത ഭീതിയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. എങ്ങും ഭൂകമ്പങ്ങളുടെ ഘോഷയാത്ര. ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഒരു സംശയം ഉടലെടുത്തിരിക്കുന്നു. ഭൂമിയുടെ ഘടനയ്ക്ക് എന്തെങ്കിലും സാരമായ കുഴപ്പം സംഭവിച്ചോ? എന്തുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായി ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ശാസ്ത്രലോകം പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ചാലോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അഥവാ USGSന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലോകത്താകമാനം ശരാശരി 20,000 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടത്രേ. അതായത് ഓരോ ദിവസവും ഏകദേശം 55 ഭൂകമ്പങ്ങൾ. അമ്പരക്കേണ്ട, ഇവയിൽ ഭൂരിഭാഗവും വളരെ ചെറിയ അളവിലുള്ള ചലനങ്ങളായതുകൊണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നതാണത്രേ വസ്തുത. എന്നാൽ ഒരു ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 6-ഉം അതിനു മുകളിലും എത്തുമ്പോഴാണ് അത് സംഹാര രൂപം പ്രാപിക്കുന്നത് അത്രേ. 2026-ലെ കണക്കുകൾ മാത്രം നോക്കൂ. ജൂൺ മാസത്തിൽ ഫിലിപ്പൈൻസിലെ മിൻഡനാവോ തീരത്തുണ്ടായ 7.8 തീവ്രതയുള്ള ഭൂകമ്പം 100-ലധികം ജീവനുകളാണ് എടുത്തത്. വെനസ്വേലയിൽ അടുത്തടുത്തുണ്ടായ 7.2, 7.5 ഭൂകമ്പങ്ങളിൽ കവർന്ന 6300-ലധികം മനുഷ്യജീവനുകളാണ്. ജൂലൈയിൽ മെക്സിക്കോയിലും ഓഗസ്റ്റിൽ കൊളംബിയയിലും ഇന്തോനേഷ്യയിലും ഉണ്ടായ ഭൂകമ്പങ്ങളെല്ലാം 7.4-ൽ കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയ ഭീകര വിറയലുകളായിരുന്നു. അപ്പോൾ ചോദ്യം ബാക്കിയാണ്, 2026-ൽ ഭൂമി ശരിക്കും പതിവിലും കൂടുതൽ വിറയ്ക്കുകയാണോ? കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ ഇതിന്റെ ഉത്തരം നമുക്ക് കൃത്യമായി ലഭിക്കും. 2016 മുതൽ 25 വരെയുള്ള 10 വർഷത്തെ കണക്കെടുത്താൽ ലോകത്ത് പ്രതിവർഷം ശരാശരി 133 ശക്തമായ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. 2024-ൽ ഇത് 99 ആയിരുന്നെങ്കിൽ 2021-ൽ 157 വരെ ഉയർന്നു. ഈ വർഷം ഓഗസ്റ്റ് പകുതി വരെ ലോകത്താകമാനം മാഗ്നിറ്റ്യൂഡ് 6-ന് മുകളിൽ 91 ഭൂകമ്പങ്ങളും മാഗ്നിറ്റ്യൂഡ് 7-ന് മുകളിൽ 11 എണ്ണവുമാണ് രേഖപ്പെടുത്തിയത്. ഇത് മുൻ വർഷങ്ങളിലെ ശരാശരിയേക്കാൾ നേരിയ വർധനവ് കാണിക്കുന്നുണ്ടെങ്കിലും തികച്ചും സാധാരണമായ ഒരു പരിധിക്കുള്ളിൽ തന്നെയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മാഗ്നിറ്റ്യൂഡ് 8 അല്ലെങ്കിൽ 9 ലെവലിലേക്കുള്ള ഭൂകമ്പങ്ങൾ അതൊന്നും തന്നെ ഇതുവരെ ഈ വർഷം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വസ്തുത. ഒരു ഭൂകമ്പം എത്രത്തോളം മാരകമാകുന്നു എന്നത് അതിന്റെ തീവ്രത സംഖ്യയേക്കാൾ അത് എവിടെയാണ് പ്രഹരമേൽപ്പിക്കുന്നത് എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കടലിനടിയിലോ ആളൊഴിഞ്ഞ കാടുകളിലോ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പത്തേക്കാൾ ഭീകരമാണ് ജനസാന്ദ്രതയുള്ള നഗരങ്ങൾക്ക് തൊട്ടു താഴെ ഉണ്ടാകുന്ന ചെറിയൊരു കുലുക്കം. ഭൂകമ്പത്തിന്റെ ആഴം, നഗരങ്ങളുമായുള്ള സാമീപ്യം, അവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണ ബലം എന്നിവയാണ് ആളുകളുടെ ആയുസ് നിർണ്ണയിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, മഴക്കാലം പോലെ ഭൂകമ്പങ്ങൾക്കും ഇനിയിപ്പോ ഒരു ഭൂകമ്പ സീസൺ ഉണ്ടോ എന്ന്. ശാസ്ത്രീയമായി അങ്ങനെ ഒരു സീസൺ ഇല്ല. വർഷത്തിലെ 365 ദിവസവും ഏത് നിമിഷവും ഭൂകമ്പം ഉണ്ടാകാം. ഭൂമിയുടെ ആഴങ്ങളിൽ ടെക്ടോണിക് പ്ലേറ്റുകളിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെടുന്ന അതിശക്തമായ മർദ്ദത്തിന് നമ്മുടെ 12 മാസത്തെ കലണ്ടറുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭൂകമ്പം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കാനൊന്നും ലോകത്തെ ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ പരിമിതി നാം തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ ഭൂകമ്പങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാര്യങ്ങൾ ലളിതമായി ഒന്ന് വ്യക്തമാക്കാം. നമ്മുടെ ഭൂമിയുടെ പുറന്തോട് അഥവാ ക്രസ്റ്റ് ഒരു ഒറ്റപ്പാളിയല്ല. ഏകദേശം 100 കിലോമീറ്റർ കനമുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന
ചലിക്കുന്ന വലിയ പാറക്കഷ്ണങ്ങളുടെ ഒരു പസിൽ പോലെയാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയുടെ ഉള്ളിലുള്ള അത്യുഷ്ണമുള്ള ഉരുകിയ മാൻഡിൽ പാറകൾക്ക് മുകളിലാണ് ഈ പ്ലേറ്റുകൾ തെന്നി നീങ്ങുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇവ പരസ്പരം ഉരസുകയും തള്ളുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്ലേറ്റുകളുടെ അരികുകൾ പരസ്പരം കുടുങ്ങിപ്പോകുകയും അവിടെ ഭീമമായ തോതിൽ ഘർഷണവും മർദ്ദവും കടന്നുകൂടുകയും ചെയ്യുന്നു. ഒടുവിൽ സഹിക്കാനാവാത്ത സമ്മർദ്ദത്തിൽ പാറകൾ പെട്ടെന്ന് തകർന്ന് വിള്ളലുകളിലൂടെ വൻതോതിൽ ഊർജം പുറന്തള്ളപ്പെടുന്നു. ഈ ഊർജ തരംഗങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ഭൂമി കുലുക്കമത്രേ. ഇനി ലോകത്തിൽ എവിടെയൊക്കെയാണ് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്നത്? ലോകത്തിലെ 90% ഭൂകമ്പങ്ങളും നടക്കുന്നത് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന അതിഭീകര മേഖലയിലാണ്. ജപ്പാൻ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ അഗ്നിവലയത്തിലാണ്. ഇതുകൂടാതെ ജാവയിൽ തുടങ്ങി ഹിമാലയം വഴി തുർക്കിയിലേക്കും മെഡിറ്ററേനിയനിലേക്കും നീളുന്ന ആൽപൈഡ് ബെൽറ്റ് ലോകത്തെ 17% ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. ഈ ഭൂകമ്പങ്ങളുടെ ശക്തി അളക്കുന്നത് മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിലാണ്. സ്കെയിലിൽ ഓരോ നമ്പർ കൂടുമ്പോഴും സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങളാണ്. മാഗ്നിറ്റ്യൂഡ് 5 ഭൂകമ്പം മാഗ്നിറ്റ്യൂഡ് 4-നേക്കാൾ 10 മടങ്ങ് കുലുക്കവും അതേപോലെ തന്നെ 32 മടങ്ങ് ഊർജവും പുറപ്പെടുവിക്കുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് 6 ആണെങ്കിലോ അത് മാഗ്നിറ്റ്യൂഡ് 4-നേക്കാൾ 100 മടങ്ങ് കുലുക്കവും 1000 മടങ്ങ് ഊർജവുമാണ് പുറന്തള്ളുന്നത്. മാഗ്നിറ്റ്യൂഡ് 7-ഉം 8-ഉം ഒക്കെ സമ്പൂർണ്ണ നാശം വിതയ്ക്കാനുള്ള പ്രഹരശേഷിയുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വിറയൽ ഉണ്ടായത് എപ്പോഴാണെന്ന് അറിയാമോ? 1960 മെയ് 22-ന് 9.5 തീവ്രതയുള്ള ആ ഭൂകമ്പം സൃഷ്ടിച്ച സുനാമി പസഫിക് സമുദ്രത്തെയാകെ വിറപ്പിച്ചു. പിന്നീട് 1964 അലാസ്കയിൽ 9.2 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായി. 2004 ഡിസംബർ 26-ന് സുമാത്രയിൽ ഉണ്ടായ 9.1, 9.3 തീവ്രതയുള്ള ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും 2,28,000 മനുഷ്യജീവനുകളാണ് ഒരു നിമിഷം കൊണ്ട് കവർന്നെടുത്തത്. ഭൂകമ്പങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആധുനിക ശാസ്ത്രം മനുഷ്യന്റെ രക്ഷയ്ക്കെത്തുന്നുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കൃത്യമായി പഠിച്ച് ഭൂകമ്പ പ്രതിരോധ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ സിസ്മോളജിസ്റ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഭൂകമ്പം തുടങ്ങിയ ഉടൻ തന്നെ അപായ സൂചന നൽകുന്ന ഏർലി വാർണിംഗ് സിസ്റ്റം അതുവഴി ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ ഇന്ന് ലോകത്തിന് സാധിക്കുന്നുണ്ട് എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ഭൂമി അതിന്റെ സ്വാഭാവികമായ മാറ്റങ്ങളിലൂടെയും പ്രക്രിയകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഭൂമി കൂടുതൽ കുലുങ്ങുകയല്ല, മറിച്ച് പ്രകൃതിയുടെ ഈ രൗദ്രഭാവത്തിന് മുന്നിൽ ജീവൻ നഷ്ടപ്പെടാതെ സ്വയം സംരക്ഷിക്കാനുള്ള പ്രതിരോധ കോട്ടകൾ പണിയുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾ ജീവിക്കുന്ന പ്രദേശം ഒരു ഭൂകമ്പ സാധ്യത മേഖലയാണോ? ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ നമ്മുടെ നാടും കെട്ടിടങ്ങളും എത്രത്തോളം സജ്ജമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.